ഷെയിൻസ്റ്റാട്ട് ദൂതിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 7 21 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവർ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോ ഇന്ന് നമ്മളോട് പറയുകയാണ്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല രക്ഷ പ്രാപിക്കുന്നത്. പലരും വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയും, ഈശോ പറയുകയാണ്, ഞാൻ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ഞാൻ രോഗശാന്തി അതിനു വേണ്ടി പ്രാർത്ഥിച്ചു, രോഗശാന്തി വാങ്ങി നൽകി. ഈശോ അപ്പോൾ പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. അധരവ്യായാമമല്ല ഈശോ ആഗ്രഹിക്കുന്നത്, ഹൃദയത്തിൻ്റെ പരിശുദ്ധി, ഹൃദയത്തിൻ്റെ നൈർമല്യം, ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നിൻ്റെ ഹൃദയത്തിൽ ആരാണ് വസിക്കുന്നത്? നിൻ്റെ ഹൃദയത്തിൽ നീ പൂജിക്കുന്നത് ആരെയാണ്? നിൻ്റെ വിശ്വാസം അത് കർത്താവിൽ ദൃഢമാണോ? അധരവ്യായാമം മാത്രമാണോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈശോ നമ്മളോട് ചോദിക്കുകയാണ്. അങ്ങനെ അധരവ്യായാമം ചെയ്യുന്നവന് കർത്താവ് ഒരു ഉപമയോടി പറഞ്ഞു, അവൻ തീർച്ചയായിട്ടും വെറും മണൽപ്പുറത്ത് വീട് പണിതവന് തുല്യനാണ്. കാറ്റൂതി, വെള്ളപ്പൊക്കമുണ്ടായി, അത് തകർന്നു വീണു. എന്നാൽ ഹൃദയത്തിൽ വചനത്തെ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറപ്പുറത്ത് വീട് പണിതവന് തുല്യനാണ്. അതിനടിസ്ഥാനമുണ്ട്. നിൻ്റെ അടിസ്ഥാനം നിൻ്റെ ഹൃദയത്തിലുള്ള നിൻ്റെ വിശ്വാസത്തിൽ അടിസ്ഥാനമായ വചനമായിരിക്കണം, അല്ലാതെ വെറും അധരവ്യായാമം മാത്രമായിരിക്കരുത് എന്ന് ഈശോ നമ്മെ ഇന്ന് പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രായോഗികമായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആരാണ് വസിക്കുന്നത്? ഹൃദയത്തിൽ വചനം ദൃഢമായിട്ട് സ്ഥാപിതമായിട്ടുണ്ടോ? അതാണോ അടിസ്ഥാനം എൻ്റെ ജീവിതം എന്ന് നമുക്ക് ഇന്നേ ദിവസം ചിന്തിക്കാം. വചനത്തിൽ അടിസ്ഥാനം നമുക്ക് ഇടാം. നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും അത് നമുക്ക് ഉറപ്പുവരുത്താം. പ്രസാദപരനാഥ നമ്മെ സഹായിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.